ബന്ദികളുടെ മോചനത്തിനകത്ത് നമുക്കെപ്പോഴും തടസ്സമായി നിൽക്കുന്നതിൽ ഖത്തറിന് പങ്കാളിത്തമുണ്ട് എന്ന് വളരെ നിരുത്തരവാദ സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ബന്ദികളുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഖത്തറിനെ തള്ളി പറയുന്നത്. ഖത്തർ നമുക്കറിയാവുന്ന പോലെ ഈ ഇരു കക്ഷികൾക്കും ഇടയിലുള്ള ഏറ്റവും വിശ്വസനീയ സ്വഭാവമുള്ള ഇടനിലക്കാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ബന്ധിമോചന കരാറൊക്കെ അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ഖത്തറിനോട് ഈ അയഞ്ഞ സമീപനം സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. എനിക്കതിൽ നീരസമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്ന വാർത്തയും ഇതൊക്കെ പുറത്തു വന്നതോടെ ഖത്തറും അതിനോട് ഇത് മൊത്തം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് എന്നും മറുപടി പറയുകയൊക്കെ ചെയ്തു. അത് എന്തുമാത്രം ഇമ്പാക്റ്റിനകത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ദിവസം ഇതിനകത്ത് ഇപ്പം നെതന്യാഹു ഖത്തറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നയതന്ത്ര നിലവാരം കാത്തുസൂക്ഷിക്കുക, ഒരു ക്വാളിറ്റിയിൽ സംസാരിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ. അതിനപ്പുറം പോയിട്ട് അപ്പം തോന്നുന്ന ദേഷ്യമൊക്കെ ആർക്കെതിരെയും എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലേ അദ്ദേഹം എടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അത് ഇസ്രായേൽ ഒരു പോളിസി മാറ്ററായി എടുത്തിട്ടും ഇസ്രായേൽ ആ നിലയ്ക്ക് പറയുന്നതാണോ, നെതന്യാഹു എന്നുള്ള രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെതായ ഈ ചപലത അത് കാണിക്കുകയാണോ? അല്ല, ഇതിൽ ഒരു അടിസ്ഥാന കാര്യം വെച്ചാൽ നെതന്യാഹു ഇതൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറഞ്ഞതല്ല. ഈ ബന്ദികളുടെ ബന്ധുക്കളുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അവിടുത്തെ ചാനൽ 12 ടെലികാസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് നെതന്യാഹുവിനെ പോലത്തെ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ബന്ദികളായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന സംസാരം റെക്കോർഡ് ചെയ്യപ്പെടുന്നു, അത് പുറത്ത് ലീക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇസ്രായേൽ പോലത്തെ ഒരു രാജ്യത്ത് നടക്കില്ല. അതായത് നെതന്യാഹു അല്ലാത്തൊരാൾക്ക് അത് നടക്കില്ല. ഇവർ അത്രയും സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആളുകൾ അകത്തേക്ക് വിടും. മൊബൈലകത്തുകൊണ്ട് സമ്മതിച്ചിട്ടുണ്ടായില്ല ഈ ബന്ധുക്കൾ. അത് മൊബൈലിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസും സാധാരണഗതിയിൽ തന്നെ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആളുകളെ സമ്മതിക്കും. അത് യുദ്ധം നടക്കുന്നൊരു സമയത്ത് മാത്രമല്ല 2 ദിവസം മുമ്പ് ഈ ബന്ദികളുടെ ബന്ധുക്കൾ പാർലമെൻറ്റിൽ ഇടിച്ചു കയറിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വലിയ സുരക്ഷയാണ്. ഈവൻ അവിടുത്തെ പ്രതിരോധ മന്ത്രിയെ മൊസാദിൻ്റെയും ഷിൻബത്തിൻ്റെയും ചീഫിനെ കാണാൻ ഇദ്ദേഹം അനുവദിക്കുന്നില്ല, നെതന്യാഹു അനുവദിക്കുന്നില്ല. അത് അവിടുത്തെ വേറൊരു പ്രശ്നമാണ്. അപ്പോൾ അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു മീറ്റിംഗാണത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ലീക്കാവുന്നു. അത് അവിടുത്തെ തന്നെ ഒരു ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിങ്ങനെ അറിഞ്ഞ് തന്നെ ചെയ്ത പണിയായിരിക്കുമല്ലോ. അപ്പോൾ ഇത് പുറത്തേക്ക് പോകട്ടെ എന്ന് അദ്ദേഹം കരുതി കാണണം. കാരണം അപ്പോൾ അതിലദ്ദേഹം പറഞ്ഞ കാര്യം അതിനേക്കാൾ രസമാണ്. പുള്ളിയുടെ വാക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ UN-ഉം അവരെന്ന് ഉദ്ദേശിക്കുന്നത് ഖത്തർ, UN-ഉം ഖത്തറും തമ്മിലൊരു വ്യത്യാസമില്ല, റെഡ് ക്രോസും ഖത്തറും തമ്മിലൊരു വ്യത്യാസമില്ല. ഇവ രണ്ടും എത്രത്തോളം പ്രോബ്ലമാറ്റിക്കാണോ അത്രത്തോളം പ്രോബ്ലമാറ്റിക്കാണ് അവർ ഖത്തറും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങേര് UN-നെ കുറിച്ച് ഇങ്ങനെ എന്താണ് മനസ്സിലാക്കുന്നത്, റെഡ് ക്രോസിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ പുള്ളിയുടെ പരിപാടി ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബോംബൊക്കെ ആയിട്ട് മിസൈലൊക്കെ ആയിട്ട് പോയി ആളുകളൊക്കെ കൊല്ലും, നിങ്ങളാരും ഒന്നും പറയാൻ പാടില്ല, റെഡ് ക്രോസ് ഒന്നും പറയാൻ പാടില്ല, UN ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ UN-ഉം റെഡ് ക്രോസും മാതിരി പ്രോബ്ലമാറ്റിക്കാണ് ഖത്തർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഖത്തറിന് വാല്യൂ കൂടുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയുണ്ടല്ലോ, UN മാതിരിയുള്ള അല്ലെങ്കിൽ റെഡ് ക്രോസ് മാതിരിയുള്ള ഒരു സെറ്റപ്പാണെന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഈ പ്രോബ്ലം. പിന്നെയുള്ളത് അമേരിക്ക അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നു, അമേരിക്ക അവർ പ്രഷർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പുള്ളിയുടെ പരാതികളാണ്. അമേരിക്കയും ഖത്തറും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ വേറൊരു കൗതുകം കൂടെ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക ജോ ബൈഡൻ അധികാരത്തിൽ വന്ന കഴിഞ്ഞ വർഷം 2022 ഇവർക്ക് എന്താണ് മേജർ നോൺ നാറ്റോ പ്ലെയർ എന്ന് പറയുന്ന മേജർ നോൺ നാറ്റോ അലൈ എന്ന് പറയുന്ന ഒരു പദവി, അത് ഒരു ടെക്നിക്കൽ പൊസിഷനാണ്. ആ പദവി ഖത്തറിന് കൊടുക്കുന്നത് 1987 ഇങ്ങനൊരു പദവി നാറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 87 ആദ്യം ആ പദവി കൊടുത്തത് ഇസ്രായേലിനാണ്. എന്ന് പറഞ്ഞാൽ മേജർ നോൺ നാറ്റോ അലൈ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖത്തറും ഇസ്രായേലും അമേരിക്കയുടെ പ്രിസത്തിൽ എന്താണ് ഒരേ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന 2 രാജ്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കണമല്ലോ. കാരണം പുള്ളിയുടെ അലയാണ് ആര്? അമേരിക്കയുടെ അലയാണ് ആര്? ഖത്തർ. അപ്പോൾ അവർക്കെതിരെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഡിപ്ലോമസിയിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പോലും അദ്ദേഹം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നിപ്പോൾ ഈ ബന്ദികളുടെ രക്ഷിതാക്കളുടെ സംഘടന അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീലിനെ തകിടം മറിക്കാൻ ഇയാൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്.
നെതന്യാഹു ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു ചർച്ച നടക്കരുത്, വെടിനിർത്തൽ നടക്കരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇങ്ങനെ ബോധപൂർവ്വം എടുത്ത പണിയാണിതെന്നുള്ളതാണ് ഈ രക്ഷിതാക്കൾ അവർ പ്രസ്താവിക്കുന്നത്. ഇത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇന്നലെ രാത്രി അവിടുത്തെ ടെല്ലവീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർസെക്ഷൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവരുടെ പ്രകടനം നടക്കുന്നത്. എല്ലാ ദിവസവും രാത്രിയും പകലും പ്രകടനം നടക്കുകയാണ്. നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുമ്പിലും ഔദ്യോഗിക വസതിക്ക് മുമ്പിലും ടെൻറ്റ് കെട്ടി പ്രതിഷേധം നടക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇത്രയും കാലം ഇസ്രായേലിൽ നടക്കുന്ന പ്രകടനങ്ങളിൽ ഉയർത്തപ്പെട്ട മുദ്രാവാക്യം ബ്രിങ് ദം ബാക്ക് എന്നായിരുന്നു. ഇപ്പോൾ അവർ പുതിയൊരു ബാനർ കൂടി ഉയർത്തുന്നുണ്ട്, സീസ് ഫയർ നൗ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇസ്രായേൽ ഇതുവരെ ഉയർത്തപ്പെടാത്തൊരു മുദ്രാവാക്യമാണ്. എന്തുകൊണ്ടാണ് ബ്രിങ് ദം ബാക്ക് എന്നുള്ളത് നടക്കണം? എന്ത് നടക്കണം? സീസ് ഫയർ നടക്കണം. അത് ഇസ്രായേലി പബ്ലിക് തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പിന്നെയുള്ള ഇത് ഈ ബന്ദികളുടെ രക്ഷിതാക്കളാണ് ഇത്രയും കാലം പ്രഷർ ഗ്രൂപ്പായിരുന്നെങ്കിൽ ഈ മെനിയാനത്തെ സംഭവത്തോടു കൂടി 24 പട്ടാളക്കാർ ഒന്നിച്ച് കൊല്ലപ്പെട്ട ആ സംഭവത്തോടു കൂടി ഇവരുടെ രക്ഷിതാക്കൾ സേവിങ് IDFൻ്റെ രക്ഷിതാക്കൾ അവരും വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നെതന്യാഹു ഉദ്ദേശിച്ചത്. കാരണം ഏത് യുദ്ധത്തിലും ആരാണ് യുദ്ധം പരിഹരിക്കാൻ ശ്രമിക്കുക? മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ആർക്കാണ് മീഡിയേറ്റേഴ്സ് ആകാൻ സാധിക്കുക? രണ്ട് കൂട്ടരോടും ഒരേപോലെ സംസാരിക്കാൻ ശേഷിയുള്ളവർക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഹമാസിനോട്, ഇസ്രായേലിനോടും അമേരിക്കയോടും ഒരേപോലെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ആര്? ഖത്തർ. അത് വളരെ പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഖത്തർ ഇല്ലെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ ഇല്ല, നമ്മൾ ലോകമാകെ കുട്ടിച്ചോറായി പോകും. ഇപ്പോൾ നമുക്ക് മുമ്പ് നോർവേ ആയിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, LTTയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും ആരാണ് ഉണ്ടാകുക? നോർവേക്ക് ഇവിടെ എന്താ കാര്യം? എങ്ങാണ്ടോ കിടക്കുന്ന നോർവേക്ക് ശ്രീലങ്കയിൽ എന്താ കാര്യം? പക്ഷെ അവർ ആ ഒരു പോസ്റ്റ്, ആ ഒരു സോഫ്റ്റ് പവർ അവർക്കുണ്ടായിരുന്നു. ലോകത്തെ എല്ലാ കോൺഫ്ലിക്റ്റ് സോണുകളിലും അവർ വരുന്നു, ഈ നിലക്കുള്ള മീഡിയേഷൻ നടത്തുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു ഫോഴ്സ് ലോകത്ത് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ലോകമാകെ കുട്ടിച്ചോറായി പോകും. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പം ഖത്തർ ചെയ്യുന്ന ജോലി വളരെ ശ്രമകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം അവർക്ക് ഹമാസിൻ്റെ ഓഫീസ് അവിടെയുണ്ട്, ഹമാസിന് മേലൊരു ലിവറേജ് അവർക്കുണ്ട്, ഹമാസുമായിട്ട് അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ട്. അതേസമയം നോക്കൂ, ഇസ്രായേലിലേക്ക് അവരുടെ ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ ടെല്ലവീവിൽ അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങോട്ട് പറക്കുന്നുണ്ട്. മൊസാദിൻ്റെ ചീഫ് ദോഹയിലേക്ക് വരുന്നുണ്ട്. ആ നിലക്ക് എല്ലാവരോടും സംസാരിക്കുവാനും എല്ലാവരോടും എൻഗേജ് ചെയ്യുവാനും പറ്റുന്ന ഒരാൾക്കേ മീഡിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു മീഡിയേറ്റർ ലോകത്ത് അനിവാര്യമാണ്, ഖത്തർ അല്ലെങ്കിൽ മറ്റൊരാൾ. അപ്പോൾ അതും കൂടെ ഈ ലോകത്തില്ലാതാക്കണം എന്നാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം തകർന്ന് ഇരിപ്പണാവട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. അജിം സാന, പീസ് പ്രോസസ് അട്ടിമറിക്കുക എന്നുള്ളൊരു വലിയ പ്ലാനാണോ നെതന്യാഹുവിനുള്ളത്? വേറെ എന്ത് ചെയ്യും? ഇപ്പോൾ യഹിയ സിൻവറിനെ കൊല്ലുക, അപ്പോൾ ഹമാസിനെ മൊത്തം തകർക്കുക എന്നതിനപ്പുറം യഹിയ സിൻവർ ഈ ഗസയിൽ നിന്നാണല്ലോ കരുതുന്നത്. അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച്, IDFനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അങ്ങനെയൊന്ന് കൊന്നാൽ മതി, ഒരാളെ കൊല്ലുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഗസയിലുള്ള ഹമാസിൻ്റെ ചീഫിനെ ഞങ്ങൾ കൊന്നു, അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ലൈഫ് അങ്ങനെ കൊല്ലുക. അങ്ങനെ ഖസാം ബ്രിഗേഡിൻ്റെ ലീഡറാണ്. ഇവരാരെങ്കിലും ഒന്ന് കൊന്നു കഴിഞ്ഞാൽ അവർക്ക് പോരാ, ഞങ്ങൾ ഇതാക്കുന്നു, ഞങ്ങൾ പ്രതികാരം വിട്ടെന്ന് പറയാം. ഇത് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ ഒരു തിങ്ക് ടാങ്കിൻ്റെ ഒരു പേപ്പർ പുറത്തു വന്നു മിനിയാന്ന്. യഹിയ സിൻവർ ഈ ബന്ദികളുടെ ഇങ്ങനെ ചുറ്റും നിർത്തിയിട്ട് അതിന് നടുക്കിയിരിക്കുകയാണ്. അങ്ങനെ നടുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തതും അയാളെ കൊല്ലാൻ പറ്റാത്തതും. ഇതാണ് ഇവൾ പറയുന്നത്. എന്നിട്ട് ഈ പേപ്പറിൻ്റെ തൊട്ടുടനെ പറയുന്നതാണെന്ന് പറയാം, അയാൾ ടണലുകൾ വഴി ഈജിപ്തിലേക്ക് കടന്നതായും സംശയമുണ്ട്. അയാൾ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് ഈ പറയുന്നത്. അയാൾ എവിടെയാണെന്ന് അറിയില്ല, ബന്ദികൾ എവിടെയാണെന്ന് ഇതുവരെയും IDFന് അറിയില്ല. എന്ത് ചെയ്യും ഇസ്രായേൽ? എന്ത് ചെയ്യും? ഇപ്പോൾ നോക്കുക, നോർത്ത് ഗസയിലാണ് ഹമാസിൻ്റെ കേന്ദ്രം, താവളം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ബോംബിട്ട് തരിപ്പണമാക്കി. ഞങ്ങൾ ഇതപ്പം പിടിക്കുന്നുണ്ട്. നോർത്ത് ഗസയിലേക്കാണ് ആദ്യം ടാങ്കുകൾ ചെല്ലുന്നത്. അവിടെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. എല്ലാം കമാൻഡ് അൽഷിഫയുടെ അടിയിലാണ്. ഈ ഷാഫ്റ്റുകൾ കണ്ടെത്തി, ടണൽ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ 90 ദിവസം അവിടെ തന്നെയായിരുന്നു ഓപ്പറേഷൻ. ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഖാൻ യൂണിസിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ യഹിയ സിൻവർ ഈ ബന്ദികളെ ചുറ്റും നിർത്തിയിരിക്കുന്നത് ഖാൻ യൂണിസിലാണ്. അവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടോ? അത് ഈജിപ്തിലാണോ? ഇതൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ ഈ ഒരു വശത്ത് ഈ ബന്ദികൾ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ആ പ്രൊട്ടസ്റ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീസ് ഫയറിലേക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നെതന്യാഹു സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. പിറ്റേ ദിവസം ഒരു നിമിഷം പോലും വൈകില്ല. കാരണം 2 അവിശ്വാസ പ്രമേയങ്ങൾ വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്തണോ വേണ്ടെന്നുള്ള ഡിബേറ്റ്, ഇത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തണോ വേണ്ടേ, ഇപ്പോൾ വേണോ കുറച്ച് കഴിഞ്ഞിട്ട് വേണോ എന്നുള്ള ഡിബേറ്റ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഖത്തറിനെതിരായിട്ടുള്ള ഇത് ലീക്ക് ചെയ്യുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിഞ്ഞാൽ അത് പുറത്ത് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ പീസ് പ്രോസസ്സ് നിർത്തണം.
ഏതെങ്കിലും തരത്തിൽ സമാധാനം നീക്കം, ബന്ദികൾ വിട്ടയക്കാനുള്ള സമാധാനം നിർത്തുന്നതാണ്. അപ്പോൾ അതിൽ ദൗസ പറയാത്തൊരു കാര്യം, ഖത്തറിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നൊരു കാര്യം, ഒരു വശത്ത് പീസ് ടോക്ക് നടത്തുകയും മറുവശത്ത് ഹമാസിനെ സഹായിക്കുകയും ചെയ്യുന്നു ഖത്തർ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പുതിയ ആരോപണമല്ല. ഇതിനു മുമ്പ് 2004 2 ഫ്രഞ്ച് മാധ്യമപ്രവർത്തകർ ഇറാഖിലെ കുറേ മിലിറ്റൻസ് ഒരു മിലീഷ്യ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവിടെയും ഖത്തറാണ് അതിൻ്റെ ഒരു മീഡിയേഷന് വേണ്ടി പോയത്. അപ്പോൾ ആ 2 പേരെയും ഒരു 6 മാസത്തിന് ശേഷം ഈ മീഡിയേഷനിലൂടെ മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. ഈ മോചിപ്പിച്ച് പുറത്തു വന്നതിന് ശേഷം ഈ മാധ്യമം, അദ്ദേഹം വളരെ ഫ്രാൻസിലൊരു വലിയ ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അദ്ദേഹം ആരോപിച്ചത് എന്നെ ഞങ്ങൾ 2 പേരും മോചിപ്പിച്ചതിന് പിന്നിൽ വലിയ തോതിൽ റാൻസം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റാൻസം കൊടുത്ത ആളുകളെ മോചിപ്പിക്കുന്നതാണോ നെഗോഷിയേഷൻ? ഇതിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഖത്തർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് വലിയ പ്രശസ്തമായതാണ്. അത് ലോകത്ത് വലിയ തോതിൽ ഈ ഖത്തറിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഉള്ളതാണ്. അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ പലപ്പോഴും റാൻസം കൊടുക്കുന്നു, അത് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഖത്തർ യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മിലീഷ്യകളെ സഹായിക്കുകയാണ്, നെഗോഷിയേഷൻ നടത്തി ഈ റാൻസം കൊടുത്ത ആളെ മോചിപ്പിക്കുന്നതോടെയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് അമേരിക്കയിലെ തന്നെ ഈ സുരക്ഷാ വിദഗ്ധർ പറയുന്നത്, ഈ ഖത്തറിന് അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട് ഖത്തറിൽ, അതേസമയം തന്നെ താലിബാനും ഹമാസിനും ഓഫീസുകളുണ്ട്. അമേരിക്കയുടെ സുരക്ഷാ വിദഗ്ധർ പറയുന്നത് ഇത് അമേരിക്കയുടെ അനുമതി കൂടിയോടെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് താലിബാനെതിരെ അമേരിക്ക യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയുടെ തന്നെ ഒരു സഖ്യശക്തിയായ ഖത്തർ അവർക്ക് അവിടെ താളം ഉറക്കുന്നത്? കാരണം ഈ നെഗോഷിയേഷൻ നടക്കണം, അതിനുവേണ്ടിയാണ്. ഹമാസിന് എന്താണ് അവിടെ ഇത് പറയുന്നത്? ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന, അതല്ലാതെ ഗസയിൽ പോയിട്ട് ഒരാൾക്ക് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നടത്താൻ അമേരിക്കയുടെ അനുമതിയോടുകൂടിയാണ്. ഖത്തർ തന്നെ അത് പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത് അമേരിക്ക പറഞ്ഞിട്ടാണ് എന്ന് ഖത്തർ പൊസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബന്ദികളുടെ മോചനം എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ യുക്രൈനിൽ റഷ്യ കുറച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, അവരെ തിരികെ കൊണ്ടുവന്ന് ഖത്തറിൻ്റെ ഇടപെടലിലാണ്. അപ്പോൾ ഇത്തരം നെഗോഷിയേഷനിൽ ചിലപ്പോൾ റാൻസം കൊടുക്കേണ്ടി വരും. അത് ഒഫീഷ്യലായിരിക്കില്ല. കാരണം ബന്ദികളെ മോചിപ്പിക്കാൻ ആകെ 3 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ നെഗോഷിയേഷൻ തിരിച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ റാൻസം കൊടുക്കുക. ചിലപ്പോൾ റാൻസം കൊടുക്കേണ്ടി വരും. അതും അത് ചിലപ്പോൾ പേപ്പറിൽ ഉണ്ടാവണമെന്നില്ല, അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടത് ആളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ഖത്തറിനെ പറ്റി പൊതുവെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ റൈറ്റ് വിങ് പ്രൊഫൈലുകൾ ഖത്തറിനെ പറ്റി ഇങ്ങനെ ഒരു ബാഡ് ലൈനിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വശത്ത് ഹമാസിനെ സഹായിക്കുന്നു, അതവർ തുറന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് ഗസയെ അവർ സഹായിക്കുന്നുള്ളത്? അത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ അവർ ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഇസ്രായേൽ പോയി യുദ്ധം ചെയ്യുന്നു, അവിടെ തകർത്ത് തരിപ്പണങ്ങൾ, അതിനെ പുനർനിർമ്മിക്കാനുള്ള ഫണ്ടിങ്ങിൽ ഖത്തറിന് നല്ലൊരു പങ്കുണ്ട്. അവർ തുറന്ന് പറഞ്ഞാൽ സുതാര്യമായൊരു കാര്യമാണ്. അതല്ല, അതൊന്നും പറയാനുമില്ല ഖത്തറിനെതിരെ. അപ്പോൾ ഇവിടെ നെതന്യാഹുവിൻ്റെ പ്രശ്നം അറ്റ കൈയാണ്. ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന രീതിയിലുള്ള അറ്റ കൈയാണ്. ഒരു പീസ് പ്രോസസ്സിനെ അട്ടിമറിച്ചുകൊണ്ട് തനിക്ക് അധികാരത്തിൽ തുടരുകയും യുദ്ധം നിലനിർത്തുകയും ചെയ്യണമെന്നാണ് നെതന്യാഹു ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. യെസ്, എന്തായാലും അതിൻ്റെ അന്വേഷണങ്ങൾ എന്താണെന്ന് കാത്തിരുന്ന് കാണണം. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.